ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലാക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ വഴുതനങ്ങ കറിയാണ്. ഇത് എൻ്റെ വീട്ടിലുണ്ടായ വഴുതനങ്ങയാണ്. ഇത് ഞാൻ കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ തൈ നട്ട് ഉണ്ടായ ചെടിയാണ്. ഇത് വളരെ എളുപ്പമാണ് ഇത് കൃഷി ചെയ്യാൻ. ആവശ്യത്തിന് തൈ നട്ടിട്ട് വളവും വെള്ളവും ദിവസേന ഒഴിച്ചു കൊടുത്താൽ മതി. ഏകദേശം 2 വർഷം നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വഴുതനങ്ങ പറിച്ചെടുക്കാൻ പറ്റും. ഇതിൽ നിന്ന് ഞാൻ 2 വഴുതനങ്ങ പറിച്ചെടുത്തു. വഴുതനങ്ങ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഉണക്കച്ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ അരപ്പ് എന്ന് പറയുന്നത് അരമുറി തേങ്ങ, കുറച്ച് കൊച്ചുള്ളി, ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് തേങ്ങ, കൊച്ചുള്ളി, ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മിക്സിയിൽ അരയ്ക്കുക. നല്ല നേർമയായിട്ട് അരച്ചെടുക്കുക. കൊച്ചുള്ളി, ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി നല്ലവണ്ണം അരച്ചെടുക്കുക. ഇതിന് വേണ്ട പച്ചക്കറികളാണെങ്കിൽ 2 ടൊമാറ്റോ, വറുത്ത് എടുത്ത ചെമ്മീൻ, ഉണക്കച്ചെമ്മീൻ, 4 പച്ചമുളക്, 2 വഴുതനങ്ങ, 1 സവോള എല്ലാം അരിഞ്ഞ് വയ്ക്കുക. വഴുതനങ്ങ നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിടാൻ ശ്രമിക്കുക. അത് എണ്ണ ഒഴിച്ച് കടുക് താളിക്കുക. വറ്റൽമുളകും കൊച്ചുള്ളിയും ഇട്ട് കടുക് താളിക്കണം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിൽ ചേർക്കുന്നു. വെള്ളത്തിനും ഇതിലൊന്നും വാർത്തെടുത്ത വഴുതനങ്ങ ഇതിൽ ചേർക്കുക. 2 മിനിറ്റ് വറുത്തെടുക്കുക. വഴുതനങ്ങ നല്ലവണ്ണം വഴന്ന് വരുന്നത് വരെ വറുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ചെമ്മീനിൽ ഉപ്പുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. നല്ലവണ്ണം വഴറ്റുക. 2 മിനിറ്റ് വഴറ്റിയ ശേഷം ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ, സവാള, 1 സവാള അരിഞ്ഞതും, 2 ടൊമാറ്റോ ആവശ്യത്തിന് പുളിക്കാണ് 2 ടൊമാറ്റോ അരിഞ്ഞത് ചേർക്കുക. പിന്നെ 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് ഒന്നുകൂടെ നല്ലവണ്ണം വഴറ്റുക. അപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും അവസാനം ഈ അരപ്പങ്ങര ചേർത്തിട്ട് ഉപ്പുണ്ടെന്ന് നോക്കിയാൽ മതി. നല്ലവണ്ണം വഴറ്റുക. വഴറ്റി ആവശ്യത്തിന് വെള്ളം ഇതിലില്ലെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കണം. ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിനില്ല. അതുകൊണ്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് അടച്ചു വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ തന്നെ ഇതിലെ പച്ചക്കറികളെല്ലാം, അതായത് ടൊമാറ്റോയും വഴുതനങ്ങയും ഉള്ളിയെല്ലാം ഏകദേശം വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. ആവശ്യത്തിന് വെള്ളമുണ്ടോ അല്ലെങ്കിൽ പച്ചക്കറികൾ വെന്തോ എന്നൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് അരപ്പ് ചേർക്കുക. നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് ഇനി വേണമെങ്കിൽ നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് രുചിച്ച് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ഉപ്പ് ചേർക്കുക. ഇനി അധികം തിളയ്ക്കാൻ അനുവദിക്കേണ്ട. ഒന്ന് വെട്ടി തിളച്ചാൽ തന്നെ ഇത് വാങ്ങി വയ്ക്കാം. അടച്ചു വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഉപ്പ് അല്പം കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു തിള വരുമ്പോൾ തന്നെ ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ചോറിനും ചപ്പാത്തിക്കും ഉപയോഗിക്കാവുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു കാര്യം വിട്ടുപോയി. ഇതിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഇതിൻ്റെ മുകളിൽ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കുക. ഓക്കെ, താങ്ക് യു.